വീണ്ടും സിനിമ. ഇത് OTT റിലീസുകളാണ്. രണ്ട് സിനിമകൾ പറയാം. ഒന്ന് 40 ഏക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇംഗ്ലീഷ് സിനിമയാണ്. ഒരു ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് കഥ പറയുന്ന ഒരു രീതിയാണ്. ഭാവിയിൽ ഭക്ഷണത്തിന് വേണ്ടി യുദ്ധമുണ്ടാകുകയും ഭക്ഷണം തട്ടിപ്പറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുകയും ഒക്കെയാണ് പ്രമേയം. ഇപ്പോൾ കൃഷിക്കാരെല്ലാം ഓരോ കമ്മ്യൂണിറ്റികളായിട്ട് അല്ലെങ്കിൽ ഓരോ സെറ്റിൽമെൻറ്റുകളായിട്ട് അങ്ങനെ അവരുടെ ഇതിൽ നിൽക്കുന്നതും അങ്ങനെ ഉള്ളൊരു സെറ്റിൽമെൻറ്റിൽ ഒരു 40 ഏക്കർ കൃഷിയിടത്തിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചെറുത്തുനിൽപ്പൊക്കെയാണ് പ്രമേയം. വളരെ സ്ലോ പേസ് പോകുന്ന സിനിമയാണ്. സാധാരണ ഇംഗ്ലീഷ് സിനിമകളെ അപേക്ഷിച്ച് നേരം കൂടുതലുണ്ട്. ഏകദേശം 2 മണിക്കൂറിനടുത്തിപ്പെടണം. അത്രയൊന്നും വേണ്ടായിരുന്നു. പക്ഷേ കിട്ടില്ല പടം. ഇതിൽ നേരത്തെ ഞാൻ കളങ്കാവലിനെ കുറിച്ച് പറഞ്ഞ പോലെ ഇതിലെയും ക്യാമറയും എഡിറ്റിങ്ങും സൂപ്പർ എന്ന് തന്നെ പറയാം. പെർഫോമൻസുകൾ അത്ര ഗംഭീരമെന്ന് പറയാനുള്ളൂ. സാധാരണ പെർഫോമൻസുകൾ ഉണ്ടാവും, അത്രയും പെർഫോം ചെയ്യാനുള്ളൂ, പ്രത്യേകിച്ചൊന്നും പെർഫോം ചെയ്യാനില്ല. പക്ഷേ ഇട്ടിത്തിരിക്കുന്ന രീതി എടുത്ത് പറയേണ്ട സാധനങ്ങൾ തന്നെ. അതുപോലെ സൗണ്ട് ഡിസൈനിങ് അതും എടുത്ത് പറയണം. കാരണം പടം തുടങ്ങുന്ന സമയത്ത് ഒരു കൃഷിയിടത്തിലെ പുല്ലുകളുടെ ഇടയിലുള്ള ആൾക്കാർ എഴുതും. ആ പുല്ലിൽ ആൾക്കാർ തട്ടുന്ന സമയത്തുണ്ടാകുന്ന ശബ്ദം, അവരുടെ തൂക്ക് തട്ടുമ്പോൾ വേറെ ശബ്ദം, അതൊക്കെ നമുക്ക് ശരി ഫീൽ ചെയ്യും. പടത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ആ സൗണ്ടിൻ്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. എങ്കിൽ പോലും ചില ഭാഗങ്ങളിൽ നമ്മൾ വലിച്ചു നീട്ടില്ല നമുക്ക് തോന്നും വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നും. പക്ഷേ നല്ലൊരു സിനിമയാണ്. വാച്ചബിളാണ്. നിർബന്ധമായിട്ടും കാണണമെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും കാണേണ്ട ഒരു പടം 40 ഏക്കേഴ്സ് പ്രൈം വീഡിയോയിൽ ഉണ്ട്. പ്രൈം വീഡിയോയിൽ തന്നെയുള്ള വേറൊരു സിനിമയാണ് അടുത്തത്. സിനിമ ഡ്രാക്കുള നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ള, കണ്ടിട്ടുള്ള, പല രൂപത്തിൽ കണ്ടിട്ടുള്ള ഫ്രാൻസിസ് ഫോർഡ് കോപ്പോളയുടെ ഡ്രാക്കുള നോവലിനെ തന്നെ അതേപോലെ അഡാപ്റ്റ് ചെയ്തിട്ട് ഡ്രാക്കുളയും നമ്മൾ ഗംഭീരം സിനിമയാണ്. ആ നിലവാരത്തിലൊന്നും അല്ലെങ്കിലും കൊള്ളാവുന്നൊരു സിനിമ. കാരണം നമുക്ക് ഇതുവരെ കാണാത്ത ഡ്രാക്കുളയുടെ വേറൊരു സൈഡാണ് ഇതിലൊരു കാമുകനായിട്ടുള്ള ഡ്രാക്കുള. ബ്രാം സ്റ്റോക്കറുടെ നോവലിൻ്റെ പശ്ചാത്തലവും നോവലിലെ ക്യാരക്ടേഴ്സും നോവലും ഒക്കെ ഇതിനകത്തുണ്ട്. പക്ഷേ സംഭവങ്ങളെ നോക്കുന്നത് വേറൊരു കാഴ്ചപ്പാടാണ്. അതാണ് ഇതിനകത്ത് കൂടുതലും ഡ്രാക്കുളയെ പിന്നാമ്പുറങ്ങളിലേക്കാണ് നോക്കുന്നത്. ആളുടെ ഒരു ലവ് കാമുകനായ ഒരു റൊമാൻറ്റിക് മൂഡിലൊരു ഡ്രാക്കുളയാണ് ഈ സിനിമ. പെർഫോമൻസുകൾ ഗംഭീരം തന്നെയാണ്. അതിനേക്കാൾ ഗംഭീരം അതിൻ്റെ സെറ്റും ക്യാമറയും മ്യൂസിക്കും. ഇത് വലിയ സ്ക്രീനിൽ കാണാമായിരുന്നു എന്നെനിക്ക് തോന്നി. കാരണം വലിയ സ്ക്രീനിൽ കാണുന്ന സമയത്ത് അതിൻ്റെ വേറൊരു മൂടായിരിക്കുമെന്നുള്ളത് എനിക്ക് സ്വാഭാവികം. ഡ്രാക്കുള എണ്ണാൻ പോകുന്ന നൈറ്റാണ്. പക്ഷേ ഈ കാണാത്ത പ്രശ്നങ്ങളൊന്നും ഉള്ളതല്ല. പക്ഷെ എന്നാലും കുറച്ചുകൂടി വലിയ സ്ക്രീനിൽ കാണണമെന്ന് എനിക്ക് തോന്നി. മുൻപ് ഒരു ഫ്രാങ്കൻസ്റ്റീൻ എന്ന് പറഞ്ഞിട്ട് ഈ വർഷം തന്നെ ഇറങ്ങിയുള്ള ഒരു സിനിമയാണ്. അതും കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇത് വലിയ സ്ക്രീനിൽ കാണാമായിരുന്നു. പിന്നീട് ഞാൻ വായിച്ചു ഈ ഫ്രാങ്കൻസ്റ്റീൻ എന്നുള്ള സിനിമ വലിയ സ്ക്രീനിൽ റിലീസ് ചെയ്തിട്ടില്ല. അത് OTTയിലാണ് റിലീസ് ചെയ്തത്. പക്ഷേ അക്കാദമി അവാർഡിനൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്ത ചിത്രങ്ങൾ, തിയേറ്റർ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അക്കാദമി അവാർഡുകൾക്ക് സമീപിക്കാനുള്ളതായതുകൊണ്ട് ഒരു തിയേറ്ററിൽ 2 തിയേറ്ററിൽ മറ്റും ഈ സാധനം ഒരു ദിവസം 2 ദിവസം കൊണ്ട് റിലീസ് ചെയ്തു എന്നുള്ള ഗ്രിപ്പ് വെച്ചിട്ടുള്ള സിനിമയാണ്. പക്ഷെ ആ സിനിമ നമ്മൾ വലിയ സ്ക്രീനിൽ കാണണം. അതുപോലെ തന്നെ എനിക്ക് തോന്നിയൊരു സിനിമയാണ് ഈ ഡ്രാക്കുള. വലിയ സ്ക്രീനിൽ കണ്ട കുറച്ചുകൂടി അത് നമ്മളെ ഉള്ളിലേക്ക് വരുമ്പോൾ തോന്നും. നല്ല സിനിമയാണ്, ഗംഭീര സിനിമയാണ്. ഡ്രാക്കുള എന്നൊക്കെ പറയുമ്പോൾ ഈ പേടിപ്പെടുത്തുന്ന സംഭവങ്ങളും സാധനങ്ങളൊന്നും ഇതിനകത്തില്ല.
വളരെ റെയറാണ് കമ്പാരിറ്റീവ്ലി. നമ്മൾ ഇതുവരെ കണ്ടുള്ള ഡ്രാക്കുളയുടെ പാറ്റേണല്ല, വേറൊരു മൂഡിൽ, വേറൊരു ഇതിൽ നമ്മൾ ജുനാദ് ഹാർക്കറിയും മീന ഹാർക്കറിയും ഒക്കെ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് വ്യത്യസ്തമായിട്ട് വേറെ ഒരു ആംഗിളിൽ നിന്ന് നോക്കണം. ഇവരെ കുറിച്ച് നമ്മൾ വിചാരിച്ചിരുന്ന രീതിയിലല്ല. നമ്മൾ ഒരു അർത്ഥത്തിൽ ഡ്രാക്കുളയോട് നമുക്ക് സാമ്യം തോന്നുന്ന ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. കാണുന്ന സിനിമയാണ്, പ്രൈമിലുണ്ട്, പുതിയ പടമാണ് ഡ്രാക്കുള. ഡ്രാക്കുള ലൈഫ് സ്റ്റോറി നോക്കിയിട്ട് കാണാണ്. നമുക്ക് എളുപ്പത്തിൽ പറയാം, ലൂക്ക് ബേസിൻ്റെ മൂവിയാണ്. ലൂക്ക് ബേസിൻ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ്. ബേസിൻ്റെ കുറേ മൂവീസ് നല്ല സാധനങ്ങൾ പലതും ഉണ്ടായിരുന്നു. അതൊന്നും നല്ല മൂവിയാണ്, കാണാം, വാച്ചബിൾ മൂവിയാണ്, സംശയമൊന്നുമില്ല.